ആ വട്ടോളി പറഞ്ഞിട്ടാ ഇവിടെയൊക്കെ വരണേ, ഇങ്ങനെയൊക്കെ വേണമെന്ന്. സിസ്റ്റർ പേര് പറഞ്ഞില്ല കേട്ടോ, ആരോ വിളിക്കുന്നേ പറഞ്ഞുള്ളൂ. നല്ല ആളാ. അന്ന് ഞങ്ങളെ നാണം കെടുത്തി കളഞ്ഞല്ലോ. അത് കുട്ടികളൊക്കെ ബഹളം വെച്ചപ്പോ നാണിച്ചു പോയല്ലേ? അപ്പോ ഇങ്ങോട്ട് വന്നതോ? അതും വട്ടോളി പറഞ്ഞിട്ടാ. വട്ടോളി പറഞ്ഞോ? ഹോ, ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പോകുന്നത് ഇത്ര റിസ്ക് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്റെ 1ാം സമ്മാനം പോയപ്പോ വലിയ വിഷമം തോന്നി. പക്ഷേ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടപ്പോ ഹോ, ഉഗ്രനായിരുന്നു കേട്ടോ. കോംപ്ലിമെന്റ്സ് തന്ന താങ്ക്സ് പറയണം. താങ്ക്സ്. താങ്ക്സ് അല്ല, താങ്ക്സ്. താങ്ക്സ്. അങ്ങനെ ആഴത്തോടെ സംസാരിക്കണം, അല്ലാതെ ഒരു ചതഞ്ഞേ പറഞ്ഞേ പെണ്ണുങ്ങളെ പോലെ. ഇതാരടി? ഒന്ന് പരിചയപ്പെടുത്തോ? ഓ, ഞാൻ മറന്നു. ഹീസ് ആനന്ദ് ശങ്കർ, ദി ഗ്രേറ്റ് ഡാൻസർ. ഇവനെ വെച്ച് ഞാനെന്ന് കളിക്കാന്ന് വെച്ചപ്പോ അവൻ എന്നെ വെച്ച് കളിക്കുക. എടാ പുള്ളിരേ, സുജേച്ചി, ചേട്ടനെത്തിയില്ലേ? ഇല്ലെന്നേ, പുള്ളിക്കാരന്റെ ഒരു വിവരവും ഇല്ല. ആ മോളെ, പപ്സിരിപ്പുണ്ടേ. വേണ്ട ചേച്ചി. ആ ചേച്ചി, ഇന്നേ നമ്മുടെ പയ്യൻസ് കോളേജിൽ വന്നിരുന്നു. ആര്? നമ്മുടെ ശത്രു തത്തിത്തരികിടത്തോ. ആനന്ദ്. ആ, എന്തിനാ? ഹോസ്റ്റലിൽ ചെന്നപ്പോ ഞങ്ങളെ കളിയാക്കി വിട്ടില്ലേ, അതിന് ക്ഷമ പറയാൻ. ചോദിച്ചോ? ഓ, എന്റെ ചേച്ചി പാവം കുട്ടിയാട്ടോ. എടി അഭിരാമി, അഭിരാമി, എനിക്കാണെന്നേ. എടി, ഈ പെണ്ണിനെ കൊണ്ട്. ഹലോ, അല്ല ആമിയാ. ചേട്ടൻ ചേട്ടൻ, എന്താ ചേട്ടാ ഇത്? ഇന്ന് വരുന്നല്ലേ പറഞ്ഞത്? ചേട്ടാ റേസ് എന്ന് തീരും. ചേട്ടാ ചേട്ടാ, എന്റെ ചെലങ്കയുടെ കാര്യം മറക്കല്ലേ പ്ലീസ്. ഓ, കൊടുക്കാവേ, ദേ അടുത്ത് നിപ്പുണ്ട്. എന്താ ഒരു സ്നേഹം. പിടിച്ചോ. ഹലോ, അവളൊന്ന് സംസാരിച്ചോട്ടെന്നേ. ഇങ്ങനെ തുടങ്ങിയാലോ? അത് തന്നെ. ആ, പറയാ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ആനന്ദിന്റെ പ്രായത്തിൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇന്നും എനിക്കാരുമില്ല. അതുകൊണ്ട് ബന്ധങ്ങളുടെ വില എനിക്ക് നന്നായി അറിയാം. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും എല്ലാം തികഞ്ഞിട്ടും അനാഥരായി ജീവിക്കേണ്ടി വരിക അതിലും ദയനീയമാണ്. ഞാൻ വരട്ടെടി. ഓക്കെ, ബൈ. ഹായ് ആനന്ദ്, എന്താ ഈ വഴിക്ക്? എന്റെ ഒരു പ്രൊഫസറുടെ വീട് വരെ പോയതാ. കുട്ടി എന്താ ഇത്ര ഗ്ലൂമി ആയിരിക്കുന്നത്? ഒരു കാര്യം ചോദിച്ചാ വിഷമം തോന്നൂ? അന്ന് ചോദിക്കണമെന്ന് കരുതിയതാ, പറ്റിയില്ല. അന്ന് സമ്മാനം വാങ്ങിയപ്പോ കുട്ടി എന്തിനാ കരഞ്ഞത്? ഞാൻ വിചാരിച്ചു സന്തോഷം കൊണ്ടാണെന്ന്. പക്ഷേ കുട്ടിയുടെ കണ്ണുകൾ കണ്ടപ്പോ വിഷമാണെങ്കി പറയണ്ട, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് സമ്മാനം തന്നത് എന്റെ അച്ഛനായിരുന്നു. പ്രേംശങ്കർ. ഓ ഗോഡ്, അപ്പോ അതിന്റെ എക്സ്റ്റസി ആയിരുന്നു അല്ലേ? അല്ല, ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ എന്റെ അച്ഛനെ അന്നാണ് ആദ്യമായി കണ്ടത്.
പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാനൊരു കോൺഫറൻസിന് വന്ന നിന്നെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. ഇരിക്കൂ, സിനം. നിന്റെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? ആ, അതിലും ഒന്നാമനാവണം. ഞാൻ പോട്ടെ, 9:30 ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. വൈകിപ്പോയ മധുരത്തിന് ക്ഷമാപണത്തോടെ. വൈകിപ്പോയി പോലും. ഇനിയിപ്പോ വൈകിയാൽ എന്താ? മകനാണെന്ന് അഭിമാനത്തോടെ ആരുടെ മുമ്പിലും പറയാമല്ലോ. അതിന്റെ ക്രെഡിറ്റും കൂടി സ്വന്തമാക്കാലോ. അമ്മയ്ക്ക് ഭ്രാന്ത. അദ്ദേഹത്തെ പോലെ വലിയൊരാളുടെ മകനാണെന്നുള്ള അഭിമാനം അമ്മയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ. എടാ, മുലപ്പാലിനേക്കാളും മധുരം മുട്ടായിക്കൊണ്ടാവുന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഒരു സ്വർണ്ണപ്പേന തന്നപ്പോ നീ ഉരുകിപ്പോയല്ലേ? നിന്നെ സ്വർണ്ണം വരച്ചു തന്നല്ലേടാ ഞാൻ വളർത്തിയത്. അതിനിപ്പോ എന്താ ഉണ്ടായത്? അച്ഛൻ എന്നെ കാണാൻ വന്നെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൂ? അതേടാ, ഇന്ന് കാണാൻ വരും, നാളെ വിളിച്ചോണ്ട് പോകും. എന്റെ ജീവിതം അയാൾ നഷ്ടപ്പെടുത്തി. ഇനി നിന്നെയും കൂടി എനിക്ക് നഷ്ടപ്പെടുത്താനാണ് അയാൾ വരുന്നത്. ഒക്കെ അമ്മയുടെ വെറും തോന്നല. എനിക്കോ ഈ അച്ഛൻ കാണാൻ വരുമ്പോ വരണ്ടാന്ന് പറയാൻ. എന്നാൽ ഇന്ന് ഈ കോളേജിലും പോണ്ട, ഹോസ്റ്റലിലും പോണ്ട, ഇവിടെ നിന്നാ മതി. അയാൾക്ക് ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ പാട്ടും കൂത്തുമായിട്ട് ഇവിടെ കഴിയണം അല്ലേ? എനിക്ക് വയ്യ, എനിക്ക് പഠിക്കണം. ഞാൻ പോവും. ആനന്ദ്, നീ ഇങ്ങനെ വിഷമിച്ചാലോ മോളെ? അവൻ വീക്കെൻഡ്സ് ഇങ്ങോട്ട് വരില്ലേ? സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ സാർ, ഇവന്റെയൊക്കെ ഒരു സംസ്കാരം. എടോ മനുഷ്യ, സാരമില്ലെന്ന്. അമ്മയുടെ ദേഷ്യമൊക്കെ 2 ദിവസത്തിനുള്ളിൽ മാറിക്കോളും. ഇനി അച്ഛൻ വന്ന ആനന്ദ് അമ്മയോട് പറയണ്ട. തീർന്നില്ലേ? എഴുന്നേക്ക്. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട് കേട്ടോ. അച്ഛൻ ആനന്ദിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കണം. ഒരു ദിവസം അച്ഛനും മോനും കൂടി വീട്ടിൽ കയറി ചെല്ലണം. അപ്പമ്മ എന്ത് ചെയ്യും? കുഴഞ്ഞത് തന്നെ. വരൂ. അകത്തേക്ക് വരൂ. വരൂ. ചേച്ചി, ഇതാരാ മനസ്സിലായോ? ഇല്ലല്ലോ. ദി ഗ്രേറ്റ് തത്തിത്തരികിടതോ ആനന്ദ്. ഞാൻ പറയാറുണ്ട് ഒരു ദിവസം വിളിച്ചോണ്ട് വരാൻ. വലിയ നാണക്കാരനാ കണ്ടോ. നീ പോടി, ഞാൻ ചായ എടുക്കട്ടെ.
ആനന്ദന് അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇപ്പോഴും വിമാനത്തിന്റെ ഇരമ്പൽ കേൾക്കുമ്പോ എന്റെ കൈയും കാലും വിറയ്ക്കും. പോട്ടെ, ഓരോരുത്തർക്ക് ഓരോ തരം സങ്കടങ്ങൾ. എന്തെങ്കിലും ഒരു ദുഃഖമില്ലാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ, അല്ലേ? ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഈ തിരക്കിൽ അല്പം ഒഴിവ് കിട്ടിയപ്പോ ഇവനെ ഒന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അച്ഛന് വിരോധമൊന്നുമില്ലല്ലോ? അപ്പം മകനെ കൊണ്ടുപോകുന്നതിന് എന്തിനാ അനുവാദം? ആഹാ, അമ്മ ഉണ്ടായിരുന്നോ? എന്താ അവിടെ നിന്ന് കളഞ്ഞേ? വരൂ. എന്താ കാര്യം? അവർ തമ്മിൽ വഴക്ക. കരയാതെ. ഇതെന്താ മോനെ ഈ പാതിരാക്കി? ഷോ, നനഞ്ഞു കുളിച്ചല്ലോ. ഞാനിനി ഹോസ്റ്റലിലേക്കും ഇല്ല, കോളേജിലേക്കും ഇല്ല. എനിക്കിനി പഠിക്കുകയും വേണ്ട. നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? നാണം കൊണ്ട് തൊലി ഉരിഞ്ഞു പോയി. നിങ്ങൾ എന്റെ അമ്മയാണോ? പിടിക്കട്ടെ, പനി പിടിച്ച് ചാവട്ടെ. അച്ഛൻ ഉണ്ടായിട്ടും അച്ഛൻ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നതിലും ഭേദം മരിച്ചു പോകുന്നത്. അമ്മയാണോന്ന് നീ എന്നോട് ചോദിച്ചു. 15 വർഷം എന്റെ കണ്ണീര് കാണിക്കാതെ നിന്നെ ഞാൻ വളർത്തി. നീ ഉറങ്ങിട്ടെ ഞാൻ കരയാറുണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് സുഖമാണോന്ന് നിന്നോട് ചോദിച്ചു. വലിയ സാഹിത്യകാരനല്ലേ? ഈ കാലത്തിനിടയിൽ ഒരു കാടിൽ എനിക്ക് 2 വരെയെങ്കിലും. പത്തു മാസം നിന്നെ ഞാൻ എന്റെ വയറ്റിൽ ചുമന്നു. 20 വർഷം
ആ മനുഷ്യനെ എന്റെ മനസ്സിൽ ചുമന്നതാണ്. നിങ്ങൾ എന്റെ അമ്മയാണോ എന്ന് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലേ സാറേ? ഇത്തരം കാര്യങ്ങളില് ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല. ഓ പിന്നെ ഇഷ്ടപ്പെട്ടാൻ പാടില്ല. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു.